സ്വന്തം ക്യാമറയിൽ, പ്രത്യേകിച്ച് സ്വന്തം മൊബൈൽ ഫോണിലുള്ള ക്യാമറയിൽ സ്വന്തം ചിത്രം പതിപ്പിക്കുന്ന ഒരു രീതിയാണ് സെൽഫി എന്നുള്ളത്. ഈയിടെയായി ക്യാമറയോടൊപ്പം മൊബൈൽ ക്യാമറകളുടെ പ്രചാരം കൂടിയതിനനുസരിച്ച് തീർച്ചയായിട്ടും സെൽഫി എന്ന പദം വ്യാപകമായിട്ടുണ്ട്. ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്: സെൽഫികൾ, 6 സെൽഫികൾ നമ്മുടെ കരിയർ, ഹയർ എഡ്യൂക്കേഷൻ, അതോടൊപ്പം ജീവിത നിലവാരം ഉയർത്താൻ എങ്ങനെ സഹായിക്കാം എന്നുള്ളത്. സോ വെൽക്കമിങ് ഓൾ ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത് 6 സെൽഫികളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒരു സെൽഫി എടുക്കുമ്പോൾ അത് നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചായാലും ഏതൊരു ഡിവൈസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ ക്യാമറയിൽ നിന്ന് നമ്മുടെ തന്നെ ഒരു പ്രതിച്ഛായ രൂപം കിട്ടുന്നു എന്നുള്ളത് ആ ഒരു സെൽഫി എന്ന പ്രയോഗത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ സെൽഫികൾ സാധാരണ ഫോട്ടോഗ്രാഫിയേക്കാളും കൂടുതൽ പ്രചാരവും നേടിയിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ്, അതായത് നമ്മുടെ ചിത്രം നാം തന്നെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് വേറൊരാളുടെ സഹായമില്ലാതെ വലിയ കാര്യമാണ്. കാരണം ഈയിടെ വന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. ആ രീതിയിലുള്ള ഒരു സെൽഫിയെ കുറിച്ചല്ല, മറിച്ച് ആ കൺസെപ്റ്റ് സെയിമാണ്. പക്ഷേ ഇവിടെ മൊബൈൽ ക്യാമറയല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് 6 കാര്യങ്ങളാണ്, 6 രീതിയിലുള്ള സെൽഫികളാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സെൽഫിയാണ് സെൽഫ് അവയർനെസ് എന്നുള്ളത്. തീർച്ചയായിട്ടും അവയർനെസ് എന്നുള്ള ആ പദം അവബോധം എന്ന അർത്ഥമാണ് തരുന്നത്. സ്വയം അറിഞ്ഞിരിക്കുക, നാം എന്താണ്, നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, നമ്മുടെ അകത്തുള്ള ടാലൻറ്റ് എന്തൊക്കെയാണ്, നമുക്ക് നേടാൻ പറ്റുന്ന സ്കിൽസ് ഏതൊക്കെയാണ്, നാം ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ നേടിയാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, നമ്മുടെ ക്യാപ്പബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള ഒരു സ്വയം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചും നമ്മുടേതായ എഡ്യൂക്കേഷൻ ക്യാപ്പബിലിറ്റിയെക്കുറിച്ചും നമ്മുടേതായ ടാലൻറ്റിനെ കുറിച്ചും ഒരു അണ്ടർ എസ്റ്റിമേഷൻ, അതായത് സ്വയം ഒരു കുറച്ച് കാണുന്ന രീതിയാണ് പലപ്പോഴും പല കൂട്ടരുടെയും കരിയറിനെ തന്നെ തകർക്കുന്നത്. അത് ലോ സെൽഫ് കോൺഫിഡൻസിനും കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയർനെസ് ഉണ്ടായിരിക്കുക, അതും സെൽഫ് അവയർനെസ്, വേറൊരാളുടെ സഹായമില്ലാതെ സ്വയം അറിഞ്ഞിരിക്കുന്ന സെൽഫ് അവയർനെസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ സെൽഫിയാണ്. ഇനി രണ്ടാമത്തെ സെൽഫിയാണ് സെൽഫ് മോട്ടിവേഷൻ, അതായത് സ്വയം പ്രചോദനം ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവ്. പൊതുവെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള എപ്പിസോഡുകൾ, വീഡിയോകൾ, പോഡ്കാസ്റ്റുകൾ, മൂവി ക്ലിപ്പുകൾ, പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള മോട്ടിവേഷണൽ വീഡിയോസും ഓഡിയോസും ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷേ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് നമ്മളെ തന്നെ പ്രചോദനം ചെയ്യാൻ പറ്റുക, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും വേറെ ആരേക്കാളും കൂടുതൽ അറിയാൻ പറ്റുക നമുക്ക് തന്നെയാണ്. ആ ഒരു ബോധമുണ്ടായിരിക്കുക എന്നുള്ളതും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവും കൂടിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാക്കി മാറ്റുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് എന്നുള്ളത് നിങ്ങളുടെ രണ്ടാമത്തെ സെൽഫി. മൂന്നാമത്തേതാണ് സെൽഫ് ഇനീസിയേഷൻ, സ്വയം സമാരംഭം ചെയ്യാനുള്ള കഴിവ്. എഡ്യൂക്കേഷൻ കോഴ്സായാലും കരിയർ പാത്തായാലും ഏത് ജോലിയായാലും സ്വയം സ്റ്റാർട്ട് ചെയ്യാനുള്ള, സ്വയം ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഏകദേശം എല്ലാ ജോബിലും വളരെയധികം അപ്രീസിയേഷൻ നൽകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ ജോബിലും മറ്റും പ്രൊമോഷൻ ലഭിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താൻ, അതായത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആ ഇനീസിയേഷൻ നൽകാനുള്ള, സ്വയം ഇനീസിയേഷൻ ചെയ്യാനുള്ള താല്പര്യവും കഴിവുമൊക്കെയാണ്. ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സമയം കഴിഞ്ഞ് കരിയറിൽ എത്തുമ്പോഴും സ്വയം ഒരു ജോബ് ചെയ്യുകയാണെങ്കിലും അതല്ല നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും എല്ലാം ഈ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ എപ്പോഴും ലോകം അപ്രീഷിയേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മുടെ മൂന്നാമത്തെ സെൽഫി. നാലാമത്തെ സെൽഫി ആകട്ടെ സെൽഫ് ഡയറക്ഷനാണ്, അതായത് ദിശയാണ്. സ്വന്തം അറിഞ്ഞിരിക്കുന്ന സ്വയം കഴിവിനെക്കുറിച്ചും കഴിവില്ലായ്മയെക്കുറിച്ചും അറിയുന്ന സെൽഫ് അവയർനെസ് ഉണ്ട്. അതോടൊപ്പം സെൽഫ് മോട്ടിവേഷനുണ്ട്, സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് സെൽഫ് ഇനീസിയേഷൻ ഉണ്ട്, സ്വയം സമാരംഭം ചെയ്യാനുള്ള കഴിവുമുണ്ട്.
എങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റായിട്ട് വേണ്ടതാണ് നാലാമത്തെ സെൽഫി, സ്വന്തമായി ഡയറക്ഷൻ, ദിശ കണ്ടുപിടിക്കാനുള്ള കഴിവ്. തീർച്ചയായിട്ടും പല കൂട്ടുകാർക്കും ഇവിടെയാണ് തെറ്റുന്നത്. അതായത് എങ്ങോട്ട് പോകണം എന്ന് അറിയാത്ത അവസ്ഥ. പലപ്പോഴും മെൻറ്റേഴ്സിൻ്റെ ആവശ്യം വരാറുണ്ട്. മെൻറ്റേഴ്സാണ് ഇവർക്ക് ആവശ്യമായ മാർഗരേഖകൾ, ഗൈഡൻസ് നൽകാറ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ രീതിയിലുള്ള ഒരു മെൻറ്റർഷിപ്പ് ആബ്സെൻ്റായി വരാറുണ്ട്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. സോ ആ ഒരു സമയത്ത് സ്വയം ദിശ കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല വഴിയാണ് സ്വയം ദിശ കണ്ടുപിടിക്കുന്ന ഒരു യന്ത്രമായി മാറുക. അതായത് സെൽഫ് ഡയറക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാലാമത്തെ സെൽഫി. അഞ്ചാമത്തെ സെൽഫി ആകട്ടെ സ്വയം അച്ചടക്കം പാലിക്കുന്നതാണ്. അതായത് സെൽഫ് ഡിസിപ്ലിനാണ്. നേരത്തെ പറഞ്ഞ സെൽഫ് അവെയർനെസ് ഉണ്ട്, സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്, സെൽഫ് ഇനീഷ്യേഷൻ ഉണ്ട്, സെൽഫ് ഡയറക്ഷനുമുണ്ട്. ആ ഡയറക്ഷൻ കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് ആ പാതയിൽ കൂടി മുന്നേറുക എന്നുള്ളതാണ്. ആ പാതയിൽ കൂടി മുന്നേറുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യമായാലും നിങ്ങളുടെ കരിയർ പരമായ കാര്യമായാലും നിങ്ങൾ സ്വയം താല്പര്യമെടുത്ത് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊജക്ട്സ് ആയാലും നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയാലും അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിലും ഇവിടെയെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഒരു അച്ചടക്കം പാലിക്കാനുള്ള കഴിവ് എന്നുള്ളത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫിഗറിൻ്റെ സഹായമില്ലാതെ സ്വയം റൂൾസ് ഉണ്ടാക്കാനും ആ റൂൾസ് പാലിക്കാനും ആ റൂൾസ് എത്രത്തോളം നിങ്ങൾ പാലിച്ചു എന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് സെൽഫ് ഡിസിപ്ലിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ സെൽഫി. ആറാമത്തെ സെൽഫിയാണ് സെൽഫ് ഇവാലുവേഷൻ. അതായത് സ്വയം വിലയിരുത്താനുള്ള കഴിവ്. ഏതൊരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ സ്വയം അവെയർനെസ് ഉണ്ടാക്കിയെടുത്തു, അതിനുശേഷം മോട്ടിവേറ്റ് ചെയ്തു, ഇനീഷ്യേറ്റ് ചെയ്തു, ഡയറക്ഷൻ കണ്ടുപിടിച്ചു, ഡിസിപ്ലിനിൽ കൂടി മുന്നോട്ട് പോയി. ഇനി ആ മുന്നോട്ട് പോയി എത്രത്തോളം എത്തി എന്നുള്ള ഓരോ മൈൽ സ്റ്റോണിലും സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ, എത്ര സക്സസ്ഫുള്ളായി നിങ്ങൾ ആ കാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെയോ ഒരു ഓഡിറ്ററിൻ്റെയോ ആവശ്യമില്ല. മറിച്ച് നമുക്ക് സ്വയം വിലയിരുത്താനുള്ള ആ തൊലിക്കട്ടി വേണം എന്നുള്ളതാണ്. അതിനാവശ്യമായ ചങ്കുറപ്പ് വേണം. നമ്മുടെ തെറ്റിനെ തെറ്റായും നമ്മുടെ ശരിയെ ശരിയായും മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മുടെ കഴിവില്ലായ്മയെ കഴിവായി കാണാതെ മറിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമുക്ക് തന്നെ ശരി എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു തൊലിക്കട്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സെൽഫ് ഇവാലുവേഷൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ബിസിനസ് ടൈക്കൂൺസ് എല്ലാം ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിലും ലെജൻഡറി മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത എല്ലാവരുടെയും പ്രത്യേകത എന്നുള്ളത് അവർക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. സോ ആ രീതിയിലുള്ള കഴിവ് തീർച്ചയായിട്ടും നമുക്കും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളത് ആറാമത്തെ സെൽഫിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ സെൽഫികളിൽ കൂടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയാനുള്ളത്. വെറും ഒരു ക്യാമറയിൽ നമ്മുടെ ചിത്രം തന്നെ പകർത്തിയെടുത്ത് ഗാലറിയിൽ ബാക്കിയാക്കുന്ന ചിത്രമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കരിയറിൽ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട്സിൽ, ജീവിതത്തിലെ എല്ലാ മേഖലയിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയാലും ഫുട് പ്രിൻറ്റ് ബാക്കിയാക്കാൻ 6 സെൽഫികളിൽ കൂടി പറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഏത് സെൽഫിയാണ് നിങ്ങളെ ബാധിക്കുന്നത്, ഈ 6 സെൽഫിയും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട്. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടും അതല്ല 500-ൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷനും പ്രൊഡക്ടിവിറ്റിയും കരിയറുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ മേഖലകളെക്കുറിച്ചും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്? തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റർ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ്, പ്രൊഡക്ടിവിറ്റി, ബുക്ക് റിവ്യൂ, കേസ് സ്റ്റഡീസ്, കരിയർ പ്രോസ്പെക്ട്സിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അതോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിൽ നിലനിൽക്കുന്ന പല കൺഫ്യൂഷനുകളും ഒഴിവാക്കാനും സഹായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ എപ്പിസോഡും പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദ എഡ്യൂക്കേറ്റർ കമ്മ്യൂണിറ്റി കൂടി ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും സാധിക്കുന്നതാണ്. എല്ലായ്പ്പോഴും നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടിന് നന്ദി. നിങ്ങളുടെ വ്യൂസും കമൻസും ഫീഡ്ബാക്സും ഈ എപ്പിസോഡിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.
ഹാവ് എ ഗ്രേറ്റ് കരിയർ, ഹാവ് എ ഗ്രേറ്റ് ലൈഫ് എഹെഡ്.